നമസ്കാരം. പ്രധാന വാർത്തകൾ. ഞാനടക്കമുള്ള ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദനാരെ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ ഉറച്ച നിലപാടാണ്. ഈ സച്ചിദാനന്ദൻ പ്രസിഡന്റും അബൂബക്കർ സെക്രട്ടറി എന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങിയില്ല. സച്ചിദാനന്ദനെതിരെ തുറന്നടിച്ച് ശ്രീകുമാരൻ തമ്പി. നിർബന്ധിച്ചെഴുതിച്ച കേരള ഗാനം നിരാകരിച്ചു. ഗാനം ഒഴിവാക്കിയിട്ടില്ലെന്ന് സച്ചിദാനന്ദൻ. അക്കാദമിയുടെ നഷ്ടപരിഹാരം വേണ്ടെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. സാദിഖ് അലി തങ്ങളുടെ അയോധ്യ ക്ഷേത്ര പരാമർശം വിവാദത്തിൽ. വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടത് കുഞ്ഞാലിക്കുട്ടി. കേന്ദ്രം മതത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് സമദാനി. ശബരിമല പഴയ ബുദ്ധവിഹാരമെന്ന് കാന്തപുരത്തിന്റെ മകൻ. I would say, please be mindful of BJP tactics, who come here to seek your votes in the name of religion, caste, creed. Their ideology is against the women, and they don't follow what our constitution says. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് മഹാജനസഭ. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മല്ലികാർജുൻ ഖാർഗെ. സർക്കാർ ശ്രമം ഫെഡറലിസത്തെ തകർക്കലെന്ന് വിമർശനം. സ്ഥാനാർത്ഥി നിർണയത്തിന് 4 അംഗ ഉപസമിതി. പമ്പാ നദിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. അപകടം ഒഴുക്കിൽപ്പെട്ട. വാഹനാപകടങ്ങളിൽ ഇന്ന് 4 മരണം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴികൾ എന്തെല്ലാം? സംസ്ഥാന ബജറ്റ് നാളെ. സമഗ്ര കവറേജ് ന്യൂസ് 18. വിശാഖപട്ടണം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യൻ ജയം 9 വിക്കറ്റ് അകലെ. ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 332 റൺസ് നേടണം. ശുഭ്മാൻ ഗില്ലിന് സെഞ്ചുറി. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ അവസരം നൽകി അപമാനിച്ചുവെന്ന് ശ്രീകുമാരൻ തമ്പി. അന്തർദേശീയ കവിയെന്ന് ആക്ഷേപിച്ചതിന് സച്ചിദാനന്ദന് തന്നോട് പകയാണ്. നിർബന്ധിച്ച് എഴുതിച്ച കേരള ഗാനം പിന്നീട് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടു. പദവികൾ നേടിയെടുക്കാൻ സച്ചിദാനന്ദൻ മിടുക്കനാണ് എന്നും ശ്രീകുമാരൻ തമ്പി തുറന്നടിച്ചു. രാഷ്ട്രീയമൊന്നുമില്ല, ഇത് വ്യക്തിപരമാണ്. സച്ചിദാനന്ദൻ എന്നോട് പകയുണ്ടായാലും ആ പക വീട്ടിൽ അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാനടക്കമുള്ള ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദനാരെ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ ഉറച്ച നിലപാടാണ്. ഈ സച്ചിദാനന്ദൻ പ്രസിഡന്റും അബൂബക്കർ സെക്രട്ടറി എന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങിയില്ല. ഉറപ്പായിട്ടും ഹിന്ദുത്വത്തിന്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് വാജ്പേയി പ്രധാനമന്ത്രിയിരിക്കുമ്പോൾ സാഹിത്യ അക്കാദമി കയറി പറ്റിയ ആളാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പറ്റി. അപ്പൊ അതിന് വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോബൽ സമ്മാനത്തിന് രവീന്ദ്രനാഥ് ടാഗോർ കഴിഞ്ഞാൽ അടുത്ത് സാധ്യത ഒരാൾ സച്ചിദാനന്ദൻ വരെ ഇദ്ദേഹത്തിന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നടന്നു. ചിരിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അത്ര സമർത്ഥനാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ അതിസമർത്ഥനാണ് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ പ്രസിഡന്റായിരിക്കുന്ന കാലം ഞാൻ അയിത്തം പ്രഖ്യാപിക്കുകയാണ്. യാതൊരു സംശയമില്ല. ഇനി ആ അക്കാദമിയോട് എനിക്കൊരു ബന്ധവുമില്ല. സച്ചിദാനന്ദന് അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ പുരസ്കാരവും മേടിക്കുകയില്ല. കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ 3 പേരുടെ ഗാനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണൻ എഴുതിയ വരികളാണ്. സംഗീതം നൽകിയ ശേഷം മാത്രം അന്തിമ തീരുമാനമെടുക്കും. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എങ്കിൽ അത് തെരഞ്ഞെടുക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതല്ല വേറൊരെണ്ണം എടുത്തതെന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നും നമ്മൾ പകരം കൃത്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിയുന്നതുവരെ നമുക്ക് ഒരു ഫൈനൽ തീരുമാനമില്ലാതെ നമുക്ക് അദ്ദേഹത്തെ അറിയിക്കാനും പറ്റില്ല. എടുത്തുവെന്നോ അല്ലെങ്കിൽ നിരാകരിച്ചു എന്നോ അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
ഗാനം എഴുതിയതിനും അയച്ചതിനും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. കൾച്ചർ സെക്രട്ടറി പറഞ്ഞു നമുക്ക് അവിടെ വന്ന ഗാനങ്ങളൊന്നും അത്ര ഗുണമില്ല, നമുക്ക് തമ്പി സാറിനോട് പറയാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ എഴുതി. ഹരിനാരായണൻ്റെ പാട്ടും വന്നിട്ടുണ്ട്. ഹരിനാരായണൻ്റെ പാട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പാട്ടുകളിൽ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിക്ക് കൂടുതൽ സമ്മതമായിട്ട് തോന്നിയിട്ടുള്ളത് ആ പാട്ടാണ്. സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം തനിക്ക് ആവശ്യമില്ലെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തനിക്ക് വ്യക്തിപരമായി നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാവുന്ന വിഷയമല്ല. സർക്കാരും സമൂഹവും കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം. വിവേചനം തന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. മിമിക്രിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് 10,000-ഉം ലക്ഷങ്ങളുമാണ് സമൂഹം പ്രതിഫലമായി നൽകുന്നത് എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചൂണ്ടിക്കാട്ടി. സാഹിത്യോത്സവത്തെയും സച്ചിദാനന്ദൻ അടക്കമുള്ള അക്കാദമി ഭാരവാഹികളുടെ കഠിന പ്രയത്നത്തെയും ആദരിക്കുന്നതായും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ പ്രസംഗം വിവാദത്തിൽ. അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണി കഴിപ്പിക്കാനിരിക്കുന്ന മസ്ജിദും ഒരേപോലെ മതേതരത്വത്തിൻ്റെ പ്രതീകങ്ങൾ എന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പ്രസംഗിച്ചത്. നിലപാട് ചോദ്യം ചെയ്ത് INL രംഗത്ത് വന്നു. വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സാദിഖ് അലി തങ്ങൾ ഒഴിഞ്ഞുമാറിയപ്പോൾ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട എന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത ദിവസം മഞ്ചേരിക്ക് സമീപം പുൽപ്പറ്റയിൽ ലീഗ് അധ്യക്ഷൻ നടത്തിയ പ്രസംഗമാണ് വിവാദത്തിലായിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് സമീപം പണി കഴിപ്പിച്ചിരിക്കുന്ന ബാബറി മസ്ജിദും ഒരുപോലെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നായിരുന്നു തങ്ങളുടെ പ്രസംഗം. ഇന്ത്യയിൽ ഏറ്റവും അധികം സെൻസിറ്റീവായ മുസ്ലിങ്ങൾ കേരളത്തിലാണ്. രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമായിരുന്നു. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ആവില്ലെന്നതായിരുന്നു സ്ഥിതി. കോടതി ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് രാമക്ഷേത്രം. രാമക്ഷേത്രവും സമീപത്ത് നിർമ്മിക്കുന്ന ഉയർന്നു വരാൻ ഒരുങ്ങുന്ന ബാബറി മസ്ജിദും രാജ്യത്തെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അതേസമയം നാട്ടിൽ സംഘർഷം ഒഴിവാക്കാനുള്ള വാക്കുകളായിരുന്നു സാദിഖ് അലി തങ്ങളുടേതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ആ തീയെ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നത്. പ്രസംഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് വിശദീകരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. അങ്ങനെയൊന്നുമല്ല, ഞങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. തങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്ങൾ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനമാണ്, പ്രസ്താവനയാണ്. പ്രസംഗത്തെ വിമർശിച്ച് INL നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. RSSന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതമെന്ന് INL വർക്കിംഗ് പ്രസിഡന്റ് NK അബ്ദുൽ അസീസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. RSSന്റെ രാമരാജ്യം ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ. എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ചോദിച്ചു. കേന്ദ്ര സർക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് അബ്ദുൾ സമദ് സമദാനി. രാജ്യം പാസാക്കിയ നിയമത്തെ നോക്കുകുത്തിയായാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നും സമദാനി പറഞ്ഞു. അവഗണിക്കപ്പെടുന്നു. ഈ ബജറ്റിലും അത് കണ്ടു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ് എന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നും സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ AP അബ്ദുൾ ഹക്കീം അസരി.
ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയത്. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞു വരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിൻ്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 91 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാബി മസ്ജിദിൻ്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ലെന്നും അബ്ദുൾ ഹക്കീം അസരി പറഞ്ഞു. ഇവിടെ 1991 ഉണ്ടാക്കിയ ആരാധനാലയങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് 1947 ശേഷമുള്ള ഒരാരാധനാലയത്തിൻ്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരാരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു പിടിയില്ലാത്ത അരിവാള് കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന മഹാജനസഭ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് മുതൽ AICC അംഗങ്ങൾ വരെ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത്. ഫെഡറലിസത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. മോദി സർക്കാരിന്റെ നയങ്ങൾ ന്യൂനപക്ഷങ്ങളെയും വനിതകളെയുമാണ് കൂടുതൽ ബാധിച്ചത്. യുവാക്കൾ തൊഴിൽ രഹിതരായി. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഐക്യത്തോടെ മുന്നോട്ടു പോകണം. മതത്തിന്റെ പേരിൽ വോട്ട് വാങ്ങാൻ എത്തുന്നവർ സ്ത്രീവിരുദ്ധരാണ് എന്ന് സഹോദരിമാർ തിരിച്ചറിയണമെന്നും ഖാർഗെ പറഞ്ഞു. Inflation and unemployment has completely destroyed the poor and middle class, lower middle class of this country. I would say, please be mindful of BJP tactics who come here to seek your votes in the name of religion, caste, creed. Their ideology is against the women and they don't follow what our constitution says. When BJP people come to seek votes, ask them about the BJP MLA was involved in a crime against a woman in UP. In the country, atrocities against the women, marginalized groups across the country have risen manyfold in Modi's government. രണ്ടാഴ്ചക്കിടെ 2 തവണ പ്രധാനം തുടരുന്ന കേന്ദ്ര അവഗണനയ്ക്കും ഇടയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാകും. കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനായി. ആ ആത്മവിശ്വാസം മോദി സർക്കാരിന് നൽകിയതാകട്ടെ അയോധ്യയും. പക്ഷേ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ KN ബാലഗോപാലിനും പിണറായി സർക്കാരിനും കഴിയില്ല. എന്താകും ബജറ്റിലെ മാജിക്? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. നവകേരളം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളെന്ന്, നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ എന്തെല്ലാം, ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ വഴികളെന്ന്, ക്ഷാമകാലം കടക്കാൻ വരുമാനം എങ്ങനെ കൂട്ടും? ബാലഗോപാൽ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ കേരള ബജറ്റ് സമഗ്ര കവറേജ് നാളെ രാവിലെ 7 മുതൽ. കേരള ബഡ്ജറ്റ് 2024 പവർഡ് ബൈ ഹെഡ്ജ്. ഹെഡ്ജ്, കാര്യം സാമ്പത്തികമാണ്. കോ പവർഡ് ബൈ KSFE.
കർണാടകയിലെ ബന്ദിപ്പൂരിൽ ഇന്നലെ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റ് കൊണ്ട നിരവധി മുറിപ്പാടുകളുണ്ട് എന്ന് റിപ്പോർട്ട്. ജനവാസ മേഖലയിലെത്തിയപ്പോൾ തുരത്താൻ ആരെങ്കിലും ഉപയോഗിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മാനന്തവാടിയിൽ നിന്ന് പിടികൂടുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ആന വയനാട്ടിൽ എത്തിയിരുന്നുവെന്ന വിവരങ്ങളും പുറത്തുവന്നു. മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാവിലെയാണ് കർണാടകയിലെ ബന്ദിപ്പൂരിൽ വെച്ച് ചരിഞ്ഞത്. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ആനയുടെ ഇടതുതൊടയിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. ഞരമ്പിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. ഇതിനു പുറമെയാണ് ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ ഉണ്ടാക്കിയ മുറിപ്പാടുകൾ കണ്ടെത്തിയത്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ആനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വനം വകുപ്പ് വിശദീകരിക്കുന്നു. എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യുന്നതിലും കാട്ടിലേക്ക് തുരത്തുന്നതിലും പിടികൂടാൻ സ്വീകരിച്ച നടപടികളിലും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. തണ്ണീർക്കൊമ്പൻ ദൗത്യം വിശകലനം ചെയ്യാൻ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ വിജയാനന്ദ് മേധാവിയായി 5 അംഗ വിദഗ്ധ സമിതിയെ വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ മരണത്തിന് പിന്നിലെ ശരിയായ കാരണം അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. പത്തനംതിട്ട റാന്നിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ പമ്പാ നദിയിൽ മുങ്ങി മരിച്ചു. പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, മകൾ നിരഞ്ജന, സഹോദരപുത്രൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 4-ന് കുളിക്കാനെത്തിയ മൂവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. റാന്നി ചന്തക്കടവിൽ വൈകിട്ട് 4 മണിയോടെയാണ് അപകടമുണ്ടായത്. കുളിക്കാനായി നദിയിലേക്ക് ഇറങ്ങിയ മൂവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഗൗതമാണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത്. ഗൗതമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിൽകുമാറും മകൾ നിരഞ്ജനയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നദിയുടെ പരിസര പ്രദേശത്തുണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് 3 പേരുടെയും മൃതദേഹം കിട്ടിയത്. അപകട സ്ഥലത്ത് ഒഴുക്ക് കുറവാണെങ്കിലും ചുഴിയും പാറക്കെട്ടും നിറഞ്ഞ പ്രദേശമാണ്. സ്ഥലപരിചയമില്ലാത്തവർ കുളിക്കാനിറങ്ങുമ്പോൾ നദിയിൽ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 പേരുടെയും മൃതദേഹങ്ങൾ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. എറണാകുളത്തുണ്ടായ 2 അപകടങ്ങളിൽ 3 പേരും, പത്തനംതിട്ടയിലുണ്ടായ അപകടത്തിൽ ഒരാളുമാണ് മരിച്ചത്. കോതമംഗലത്ത് ബൈക്ക് യാത്രക്കാരായ ഞാറക്കൽ സ്വദേശി അമാനുദ്ദീൻ, കുഴിപ്പള്ളി സ്വദേശി മുഹമ്മദ് സാജി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 4 മണിയോടെ ബൈക്ക് പാതയോരത്ത് മറിഞ്ഞുകിടക്കുന്നത് കണ്ട് നടത്തിയ തെരച്ചിലിലാണ് സമീപത്തെ കാനയിൽ നിന്ന് ഇരുവരെയും കണ്ടെത്തിയത്. എറണാകുളം തൈക്കുടത്ത് ബൈക്ക് മെട്രോ തൂണിൽ ഇടിച്ചാണ് യുവാവ് മരിച്ചത്. പത്തനംതിട്ട കൂരമ്പാലയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാർ യാത്രക്കാരനായിരുന്ന തിരുവനന്തപുരം പട്ട സ്വദേശി ജോസഫ് ഈപ്പനാണ് മരിച്ചത്. എറണാകുളം കോതമംഗലത്തെ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർ മരിച്ചു. ഞാറക്കൽ സ്വദേശി അമാനുദ്ദീൻ, കുഴിപ്പള്ളി സ്വദേശി മുഹമ്മദ് സാജിദ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെ ബൈക്ക് പാതയോരത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇതുവഴി എത്തിയവർ നടത്തിയ തെരച്ചിലിലാണ് സമീപത്തെ കാനയിൽ നിന്നും ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സംഘം എത്തി കോതമംഗലത്തെ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടിരുന്നു. വിനോദയാത്രയ്ക്കായി 2 ദിവസം മുമ്പ് വീടുകളിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ഇരുവരും. ഒറ്റപ്പാലം മെനിശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന റോളർ കത്തി നശിച്ചു. ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു റോളർ തീ പിടിക്കുകയായിരുന്നു. മനിശ്ശേരി വില്ലേജ് ഓഫീസ് എത്തുന്നതിന് മുമ്പായിരുന്നു അപകടം. വിവാഹച്ചടങ്ങ് നടക്കുന്നതിനിടെ വരന്റെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് വീടിന്റെ ഷെഡിന് തീപിടിച്ചു. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കത്തി നശിച്ചു. കോഴിക്കോട് കാരശ്ശേരി കളരിക്കണ്ടിയിൽ ഉച്ചയോടെയാണ് സംഭവം. പാറമ്മൽ ബാബു എന്നയാളുടെ വീടിനോട് ചേർന്ന ഷെഡാണ് കത്തി നശിച്ചത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. അക്കാദമി വിവാദത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അത് അവർ തന്നെ പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ. വിവാദ സാഹചര്യങ്ങളിലേക്ക് സാംസ്കാരിക രംഗത്തെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് LDF കൺവീനർ EP ജയരാജൻ. അത് ഗുണകരമാകില്ലെന്നും EP. സാഹിത്യ അക്കാദമി CPIM രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് VD സതീശൻ. അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെന്നും സതീശൻ.
ഇന്ത്യ മുന്നണി ഒന്നിച്ചു മത്സരിച്ചാലും ഭിന്നിച്ചു മത്സരിച്ചാലും ലക്ഷ്യം BJPയെ തോൽപ്പിക്കുക എന്നതാണെന്ന് അബ്ദുൾ സമദ് സമദാനി. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരികയാണെന്നും MP. ലോക്സഭാ സീറ്റ് ചർച്ചകൾ ഭംഗിയായി പൂർത്തിയാക്കുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാലത്തും സൗഹൃദത്തിലാണ് എന്നും സുധാകരൻ. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം വിശദമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ. ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്നും സതീശൻ. 3 സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്ന് K. മുരളീധരൻ. അത് മുമ്പ് കൊടുത്ത ചരിത്രമുണ്ട് എന്നും മുരളീധരൻ. കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും മുസ്ലിങ്ങൾക്കെതിരെന്ന് അബ്ദുൾ സമദ് സമദാനി. എന്നാൽ അത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടല്ല, ഇന്ത്യൻ ജനതയുടെ ബഹുസ്വര മനസ്സിന് മാറ്റമില്ലെന്നും സമദാനി. കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ട് എന്നും അബ്ദുൾ സമദ് സമദാനി. കേരളത്തിന് അർഹിക്കുന്ന പലതും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. രാജ്യം പാസാക്കിയ നിയമത്തെ നോക്കുകുത്തിയാക്കിയതാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നും MP. ഗോഡ്സെയെ മഹത്വവൽക്കരിച്ച NIT അധ്യാപികയുടെ കമന്റ് അപമാനകരമെന്ന് മന്ത്രി R. ബിന്ദു. വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ചരിത്രബോധം നൽകേണ്ടവരാണ് അധ്യാപകർ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായതിനാൽ നിയമപരമായി സംസ്ഥാനത്തിന് തടയാനാവില്ലെന്നും മന്ത്രി. PC നിയമനത്തിൽ ഗവർണറുടെ നടപടിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി. അരിവില വർധനയിൽ പ്രതികരണവുമായി ഭക്ഷ്യമന്ത്രി. FCIയിൽ നിന്ന് ടെൻഡറിൽ പങ്കെടുത്ത് ധാന്യം മുമ്പ് സംഭരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം വരെ സപ്ലൈകോയ്ക്ക് പങ്കെടുക്കാമായിരുന്നുവെന്നും GR അനിൽ. മഹാകവി G. ശങ്കരക്കുറുപ്പിന് കൊച്ചിയിൽ സ്മാരകം. 2005 സ്മാരകത്തിനായി ആരംഭിച്ച പ്രവർത്തനങ്ങൾ 19 വർഷത്തിനിപ്പുറമാണ് പൂർത്തിയാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. പല വലിയ പരിപാടികൾക്കും ക്ഷണം ലഭിക്കാറില്ലെന്നും അഖിലേഷ്. ചാലക്കുടിയിലെ ബെവ്കോ മദ്യവിൽപ്പനശാല ഈ മാസം അവസാനത്തോടെ മാറ്റി സ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി. മുൻ ഉത്തരവ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്പോർട്സ്. ഇന്ത്യക്കെതിരായ 2ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 332 റൺസ് വേണം. 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ്. 27 പന്തിൽ 28 റൺസ് എടുത്ത ബെൻ ഡക്കറ്റിനെയാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത്. 29 റൺസ് എടുത്ത് സാക്രൌളി, 9 റൺസ് എടുത്ത രഹാൻ അഹമ്മദ് എന്നിവരാണ് ഇപ്പോൾ ക്രീസിൽ. 2ാം ഇന്നിംഗ്സിൽ 225 റൺസ് എടുത്ത് ഇന്ത്യ പുറത്തായിരുന്നു. യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ കൂറ്റൻ ലീഡ് പടുത്തുയർത്തിയത്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5785 രൂപ, പവൻ 46,280. സ്വർണം 18 ഗ്രാം 44,800, പവൻ 32,400. വെള്ളി ഗ്രാം 77, കിലോ 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം. ഈ പരിപാടി